ഇറാന്റെ കാർഗ് ദ്വീപ് അമേരിക്കയുടെ കണ്ണിലെ കരട്. ലോക എണ്ണ വിപണിയുടെ ഹൃദയമിടിപ്പ് ഒളിഞ്ഞിരിക്കുന്ന ദ്വീപിന്റെ രഹസ്യങ്ങൾ. ഒരു ചെറിയ ദ്വീപ്, പക്ഷെ ലോക സമ്പദ് വ്യവസ്ഥയെ പോലും കുലുക്കാൻ കഴിയുന്ന ശക്തി അതിനുണ്ട്. അതാണ് ഇറാന്റെ കാർഗ് ദ്വീപ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ ദ്വീപിനെ ഇത്രയധികം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ യുദ്ധ സാഹചര്യങ്ങളിലും കാർഗു ദ്വീപിന്റെ പേര് വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത്? ഈ ദ്വീപിന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് അതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. സ്വാഗതം ഇൻ ഡെപ്തിലേക്ക്. പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ തെക്കൻ തീരത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയാണ് കാർഗു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. വിസ്തീർണത്തിൽ വളരെ ചെറുതാണെങ്കിലും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ജീവധമനിയായി ഈ ദ്വീപിനെ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇറാൻ കയറ്റുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്കും വർഷങ്ങളായി കാർഗു ദ്വീപിലെ എണ്ണ ടെർമിനലുകളിലൂടെയാണ് ലോക വിപണിയിലേക്ക് പോകുന്നത്. ഈ ദ്വീപിലുള്ള വൻ സംഭരണ ടാങ്കുകളും കടലിലേക്ക് നീളുന്ന ലോഡിംഗ് ടെർമിനലുകളും സൂപ്പർ ടാങ്കുകൾക്ക് എണ്ണ നിറയ്ക്കുന്ന സംവിധാനങ്ങളും ചേർന്നാണ് ഇറാന്റെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രം രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് കാർഗ് ദ്വീപിനെ പല വിദഗ്ധരും ഇറാന്റെ എണ്ണ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ നിന്നാണ് അമേരിക്കയുടെ താല്പര്യം ആരംഭിക്കുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടാൽ ആദ്യം ബാധിക്കപ്പെടുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയാണ്. രാജ്യത്തിന്റെ വിദേശ നാണ്യ വരുമാനത്തിന്റെ വലിയ പങ്ക് എണ്ണ വിൽപ്പനയിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ വരുമാനമാണ് സർക്കാർ ചെലവുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വികസനത്തിനും പ്രതിരോധ മേഖലകൾക്കും സഹായമാകുന്നത്. അതുകൊണ്ട് കാർഗു ദ്വീപ് പ്രവർത്തനരഹിതമാക്കുന്നത് ഇറാന്റെ സാമ്പത്തിക ശേഷിക്ക് വലിയ ആഘാതമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കാർഗു ദ്വീപ് എണ്ണ കയറ്റുമതിക്ക് മാത്രമുള്ള കേന്ദ്രമല്ല. അവിടെ അത്യാധുനിക റഡാർ സംവിധാനങ്ങളും തീരദേശ നിയന്ത്രണ സംവിധാനങ്ങളും നാവികസേനയുടെ പ്രവർത്തനങ്ങൾക്കുള്ള സഹായ സൗകര്യങ്ങളും ഉണ്ടെന്നാണ് വിവിധ സുരക്ഷാ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പേർഷ്യൻ ഗൾഫിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെ നിരീക്ഷിക്കാനും ഹോർമസ് കടലിടുക്കിലേക്കുള്ള നീക്കങ്ങൾ വിലയിരുത്താനും ഈ പ്രദേശം ഇറാന് തന്ത്രപ്രധാനമാണ്. ഹോർമോസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്രപാതകളിൽ ഒന്നാണ്. ലോകത്ത് കടൽ മാർഗം കയറ്റുമതി ചെയ്യുന്ന എണ്ണയുടെ വലിയൊരു വിഹിതം ഈ കടലിടുക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏത് സംഘർഷവും അന്താരാഷ്ട്ര എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കും. ഇത്തരം സാഹചര്യത്തിൽ കാർഗു ദ്വീപ് സുരക്ഷയ്ക്കായി നിലനിൽക്കുന്നത് ഇറാന് മാത്രം ആവശ്യമല്ല, ലോക ഊർജ വിപണിയുടെ സ്ഥിരതയ്ക്കും പ്രധാനമാണ്. അമേരിക്കയ്ക്ക് കാർഗ് ദ്വീപിനോടുള്ള താല്പര്യത്തിന് മറ്റൊരു കാരണവും ഉണ്ട്. യുദ്ധ സാഹചര്യങ്ങളിൽ ശത്രു രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്നത് പഴയ സൈനിക തന്ത്രമാണ്. എണ്ണ കയറ്റുമതി തടസ്സപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇറാന്റെ വരുമാനം കുറയും. അതോടെ ദീർഘകാല സൈനിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ശേഷിയും കുറയ്ക്കാം. എന്നാൽ ഇത് സിദ്ധാന്തപരമായ വിലയിരുത്തലാണ്. അമേരിക്ക കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ ഔദ്യോഗിക പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല. ചിലപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലും ചില വെബ്സൈറ്റുകളിലും അമേരിക്ക കാർഗ് ദ്വീപ് പിടിച്ചെടുക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നാൽ ഇത്തരം അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഔദ്യോഗിക രേഖകളോ വിശ്വസനീയമായ തെളിവുകളോ നിലവിലില്ല. അതുകൊണ്ട് അത്തരം വാർത്തകൾ സ്ഥിരീകരിക്കാത്ത അഭിമുഖങ്ങളായി മാത്രം കാണേണ്ടതാണ്. സൈനികമായി കാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നത് എളുപ്പമാണോ? ഉത്തരം ലളിതമല്ല. അമേരിക്കയ്ക്ക് ശക്തമായ നാവികസേനയും വിമാനവാഹിനി കപ്പലുകളും മറൈൻ സേനയും ഉള്ളതിനാൽ പരിമിതമായ സൈനിക ഓപ്പറേഷൻ നടത്താനുള്ള ശേഷിയുണ്ട്. എന്നാൽ ഒരു പ്രദേശം ആക്രമിച്ച് നിയന്ത്രണത്തിലാക്കുന്നതും അതിനെ മാസങ്ങളോ വർഷങ്ങളോ സംരക്ഷിക്കുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ്. കാർഗ് ദ്വീപ് ഇറാന്റെ പ്രധാന ഭൂപ്രദേശത്തിന് വളരെ അടുത്തായതിനാൽ ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും നാവികസേനയും തുടർച്ചയായി ആക്രമണം നടത്താൻ കഴിയും. അത്തരം സാഹചര്യങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന് വലിയ നഷ്ടസാധ്യത ഉണ്ടാകും. അതുമാത്രമല്ല, കാർഗ് ദ്വീപിനെതിരായ വലിയ ആക്രമണം അന്താരാഷ്ട്ര എണ്ണവില കുതിച്ചുയരാൻ ഇടയാകും. ആഗോള സാമ്പത്തിക വിപണികൾ അസ്ഥിരമാകും. ഏഷ്യയിലെയും യൂറോപ്പിലെയും നിരവധി രാജ്യങ്ങൾക്ക് ഇന്ധനവിലയിൽ വലിയ ആഘാതം നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നടപടി സൈനിക തീരുമാനം മാത്രമല്ല, വലിയ സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുള്ള തീരുമാനവുമാണ്. ഇറാനും ഈ ദ്വീപിനെ അതീവ സുരക്ഷയോടെ സംരക്ഷിക്കുന്നുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, നാവികസേനയുടെ പട്രോളിംഗ്, തീരദേശ മിസൈൽ യൂണിറ്റുകൾ, റഡാർ ശൃംഖലകൾ എന്നിവയുടെ വലിയ സഹായത്തോടെയാണ് ഈ മേഖലയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത്. ചില വിശകലനങ്ങൾ പ്രകാരം യുദ്ധ സാഹചര്യത്തിൽ കാർഗ് ദ്വീപിനെ പ്രവർത്തനരഹിതമാക്കാൻ അമേരിക്ക ശ്രമിക്കാമെന്ന അഭിപ്രായം. എന്നാൽ ദ്വീപ് സ്ഥിരമായി പിടിച്ചെടുക്കുക എന്നത് വളരെ സങ്കീർണവും അപകട സാധ്യതയേറിയതുമായ സൈനിക നടപടിയായിരിക്കും. അവസാനം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. കാർഗ് ദ്വീപ് വെറും ഒരു ചെറിയ ദ്വീപല്ല, അത് ഇറാന്റെ സാമ്പത്തിക ജീവധമനിയാണ്. ലോക എണ്ണ വിപണിയിലെ നിർണായക കേന്ദ്രമാണ്. ഹോർമസ് കടലിടുക്കിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന മേഖലയാണ്. അതുകൊണ്ടാണ് ഈ ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള ഓരോ വാർത്തയും ലോകം മുഴുവൻ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്.
ഭാവിയിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ വീണ്ടും ലോകത്തിൻ്റെ ശ്രദ്ധ കാർഗ് ദ്വീപിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. കാർഗ് ദ്വീപിൻ്റെ സുരക്ഷ, ഹോർമുസിൻ്റെ ഭാവി, ആഗോള എണ്ണ വിപണി, ഈ മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ദ്വീപിന് ലോക രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ പ്രാധാന്യമുണ്ട്.